പ്രതിരോധ രംഗത്ത് വീണ്ടും നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഇന്ത്യ. സ്വീഡൻ ഉൾപ്പെടെയുള്ള നോർഡിക് രാജ്യങ്ങളുടെ സൈന്യങ്ങൾ തങ്ങളുടെ പീരങ്കി സംവിധാനങ്ങൾക്കായി ഇനി ഇന്ത്യൻ സാങ്കേതിക വിദ്യയെയും നിർമ്മാണത്തെയും ആശ്രയിക്കും. അതെ, ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ പ്രമുഖരായ ഭാരത് ഫോർജും സ്വീഡനിലെ നാമോ കമ്പനിയും തമ്മിൽ ഇതു സംബന്ധിച്ച തന്ത്രപരമായ പങ്കാളിത്തത്തിൽ ഒപ്പിട്ടു. യൂറോപ്യൻ യൂണിയന്റെ റിയാം പദ്ധതിയുടെ ഭാഗമായാണ് ഈ സുപ്രധാന നീക്കം നടക്കുന്നത്. പാരീസിൽ നടന്ന യൂറോസറ്റോറി 2026 പ്രതിരോധ പ്രദർശനത്തിൽ വെച്ചാണ് ലാർജ് കാലിബർ ഡിഫൻസ് സബ്സിസ്റ്റങ്ങൾ സംയുക്തമായി നിർമ്മിക്കുന്നതിനായുള്ള താൽപര്യപത്രം ഇരു കമ്പനികളും ഒപ്പിട്ടത്. ഇന്ത്യയിൽ നിന്ന് വലിയ തോതിലുള്ള ആയുധ സംഭരണമാണ് സ്വീഡൻ ഉൾപ്പെടുന്ന നോർഡിക് രാജ്യങ്ങളുടെ ലക്ഷ്യം. ഇന്ത്യയും സ്വീഡനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് എന്ന തലത്തിലേക്ക് അടുത്തിടെ ഉയർത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഈ സഹകരണം. ആയുധങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ സൈന്യങ്ങൾക്ക് അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ വിതരണം ചെയ്യുന്ന പങ്കാളിയായി മാറുന്നുവെന്നതാണ് ഈ കരാറിന്റെ പ്രധാന പ്രത്യേകത. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ഈ പുതിയ സംരംഭം ഒരു ചവിട്ടുപടിയാകും. റഷ്യ യൂറോപ്പ് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ യൂറോപ്പിലെ പ്രതിരോധ സജ്ജീകരണം ശക്തമാക്കുന്നതിനും ആയുധക്ഷാമം പരിഹരിക്കുന്നതിനുമാണ് ഈ നീക്കം. യുക്രൈനിലേക്ക് റഷ്യ നടത്തിയ അധിനിവേശത്തെ തുടർന്ന് നോർഡിക് രാജ്യങ്ങൾ റഷ്യയെ പ്രതിരോധിക്കാനായുള്ള ആയുധ സംഭരണം ആരംഭിച്ചിരുന്നു. പരമ്പരാഗതമായി യൂറോപ്പിലെയും അമേരിക്കയിലെയും പ്രതിരോധ കമ്പനികളെയാണ് ഇവർ ആയുധങ്ങൾക്കായി ആശ്രയിച്ചിരുന്നത്. ഈ രീതിക്കാണ് ഇപ്പോൾ മാറ്റം വരുന്നത്. യൂറോപ്പിലെ സൈനിക പുനരുജ്ജീവനത്തിനായി ഇന്ത്യൻ പ്രതിരോധോൽപ്പന്നങ്ങളെ ആശ്രയിക്കുന്നു എന്നത് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി മേഖലയിലെ വലിയൊരു മുന്നേറ്റത്തെയാണ് കാണിക്കുന്നത്. പീരങ്കി ബാരലുകൾ, ബ്രീച്ച് മെക്കാനിസങ്ങൾ, അതായത് പീരങ്കികളിൽ ഷെല്ലുകൾ നിറയ്ക്കാനും വെടിവെക്കുമ്പോൾ ഉണ്ടാകുന്ന അതിശക്തമായ മർദ്ദം ചോരാതിരിക്കാനും സഹായിക്കുന്ന സംവിധാനവും മറ്റു വലിയ പീരങ്കി അനുബന്ധ ഘടകങ്ങൾ എന്നിവ കരാറിന്റെ ഭാഗമായി നിർമ്മിക്കും. ഇവ യൂറോപ്യൻ പ്ലാറ്റ്ഫോമുകളിൽ സംയോജിപ്പിക്കാനാണ് പദ്ധതി. മെയ്ഡ് വിത്ത് സ്വീഡൻ, മേക്ക് ഇൻ ഇന്ത്യ എന്നീ ആശയങ്ങൾ സംയോജിപ്പിച്ചാണ് ഈ സംയുക്ത സംരംഭം പ്രവർത്തിക്കുക. സ്വീഡനിലെ കിൽസ്റ്റയിലുള്ള ഭാരത് ഫോർജിന്റെ അനുബന്ധ സ്ഥാപനത്തിലൂടെ ആധുനിക റോബോട്ടിക്സ്, പ്രിസിഷൻ ഫോർജിംഗ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചായിരിക്കും നിർമ്മാണം നടക്കുക. ഇന്ത്യയുടെ പീരങ്കി സംവിധാനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ നേടിയ ശ്രദ്ധയാണ് ഇത്തരമൊരു വലിയ കരാറിലേക്ക് വഴി തുറന്നത്. പ്രത്യേകിച്ചും ലഡാക്ക് പോലുള്ള അതിശൈത്യ മേഖലകളിൽ ഇവ വിജയകരമായി പരീക്ഷിച്ചതിനാൽ മഞ്ഞുമൂടിയ നോർഡിക് രാജ്യങ്ങളുടെ കാലാവസ്ഥയ്ക്ക് ഇവ തികച്ചും അനുയോജ്യമാണ്. ഇന്ത്യയും സ്വീഡനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനും ആഗോള പ്രതിരോധ വിതരണ ശൃംഖലയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പാക്കുന്നതിനും ഈ കരാർ കൃത്യമായി സഹായിക്കും. മേയിൽ ഓസ്ലോയിൽ നടന്ന 3ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ നോർവേ, ഡെൻമാർക്ക്, ഫിൻലാൻഡ്, ഐസ്ലാൻഡ്, സ്വീഡൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ഇന്ത്യയോടൊപ്പം ചേർന്നിരുന്നു. സാങ്കേതിക വിദ്യ, ഹരിത ഊർജ്ജം, നീല സമ്പദ് വ്യവസ്ഥ, പ്രതിരോധം, ബഹിരാകാശം, ആർട്ടിക് സഹകരണം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന് ഈ ഉച്ചകോടിയിൽ ധാരണയായിരുന്നു. ഐസ്ലാൻഡ്, ഫിൻലാൻഡ്, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക ഉഭയകക്ഷി കൂടിക്കാഴ്ചകളും നടത്തി. ശുദ്ധമായ ഊർജ്ജം, വ്യാപാരം, ഡിജിറ്റലൈസേഷൻ, പുതിയ സാങ്കേതിക വിദ്യകൾ എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന മേഖലകളിലെ സഹകരണം വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് ഈ കൂടിക്കാഴ്ചകളിൽ ചർച്ചയും ചെയ്തു. പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യാരംഗത്ത് സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള പങ്കാളിത്തം ഉണ്ടാക്കാൻ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ പ്രതിരോധ സഹകരണവും വരുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.